മലപ്പുറത്തെ ഒരു ചെറിയ ഗ്രാമത്തിൽ പച്ചപ്പ് നിറഞ്ഞ വയലുകൾക്കിടയിലൂടെ നോക്കുമ്പോൾ ഒരു ചെറിയ ഓടിട്ട വീട് കാണാം. ആ വീട്ടിലാണ് 28കാരനായ ഫൈസലും ഭാര്യ നസീമയും അവരുടെ 7 വയസ്സായ ഹന്ന എന്ന മകളും കുറച്ച് പ്രായമായ ഉമ്മയും താമസിച്ചിരുന്നത്. വളരെ ചെറിയ വീടായിരുന്നു. പക്ഷേ ആ വീട്ടിലെ സ്നേഹത്തിന് ഒട്ടും അതിരില്ലായിരുന്നു. ഫൈസൽ നാട്ടിൽ ഓട്ടോറിക്ഷ ഓടിച്ചാണ് കുടുംബം നോക്കിയിരുന്നത്. കിട്ടുന്ന വരുമാനം കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ജീവിച്ചു പോകാമായിരുന്നു. എന്നാൽ അവന്റെ പിതാവ് മരിച്ചതോടെ എല്ലാ കാര്യങ്ങളും അവന്റെ ചുമലിലായി. അതോടൊപ്പം തന്നെ ഉമ്മയുടെ ചികിത്സ, മകളുടെ പഠിത്തം, അതെല്ലാം തന്നെ ആയപ്പോഴേക്കും അവൻ കുറച്ചൊക്കെ കടത്തിലായി. ഒരു ദിവസം വൈകുന്നേരമായപ്പോൾ ഓട്ടോറിക്ഷ മുറ്റത്ത് നിർത്തി ഫൈസൽ അകത്തേക്ക് കയറി. അവൻ ഉമ്മയെ വിളിച്ചു. ഉമ്മ അടുക്കളയിൽ നിന്നും വിളി കേട്ടു. എന്താ മോനെ? ഫൈസൽ പറഞ്ഞു. ഒന്നുമില്ല. പക്ഷേ ഫൈസലിന്റെ മുഖത്ത് പതിവില്ലാത്ത വിഷമം കണ്ടപ്പോൾ ഉമ്മ അവനെ സൂക്ഷിച്ചു നോക്കി. എന്താ മോനെ, നിനക്കെന്തു പറ്റി? പതിവില്ലാത്തൊരു വിഷമമുണ്ടല്ലോ നിനക്ക്. ആ സമയം നസീമ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. എന്നിട്ട് ഫൈസലിനോട് പറഞ്ഞു, ഇക്ക, ഇന്ന് ബാങ്കിൽ നിന്നും ആളുകൾ വന്നിരുന്നു. അത് കേട്ടപ്പോൾ ഫൈസൽ ഒന്ന് ഞെട്ടി. എന്നിട്ട് ചോദിച്ചു, എന്തിന്? നസീമ മറുപടി പറഞ്ഞു, കടത്തിൻ്റെ കാര്യം ചോദിക്കാനായിരിക്കും. അപ്പോൾ ഫൈസൽ ഒന്നും മിണ്ടിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. അപ്പോൾ നസീമ പതുക്കെ പറഞ്ഞു, എത്ര കാലം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും? ആ വാക്കുകൾ ഫൈസലിൻ്റെ മനസ്സിൽ തറച്ചു കയറി. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷവും ഫൈസലിന് ഉറക്കം വരുന്നില്ല. തൻ്റെ മകൾ ഹന്ന പഠിക്കുന്ന ടേബിളിലേക്ക് നോക്കി അങ്ങനെയിരുന്നു. അവൾ നല്ല പഠിക്കുമായിരുന്നു. അവൾക്ക് ഡോക്ടർ ആവാനാണ് ആഗ്രഹം. ഉപ്പ, ഞാൻ പഠിച്ച ഡോക്ടറായിട്ട് ആദ്യം ഉമ്മയെ നമുക്ക് ചികിത്സിക്കാം. ഹന്ന എപ്പോഴും പറയുന്ന വാക്കുകളാണ്. അതെല്ലാം ഫൈസൽ ഓർത്തെടുത്തു. കണ്ണുകൾ നിറച്ചു. അടുത്ത ദിവസം സുഹൃത്തായ റഹ്മാൻ ഫൈസലിനെ കാണാൻ വന്നു. എന്നിട്ട് പറഞ്ഞു, ഫൈസലെ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ഫൈസൽ ചോദിച്ചു, എന്താടാ? കാര്യം പറയൂ. അതെ, സൗദിയിൽ ഒരു അറബി കുടുംബത്തിലെ ഒരു ഡ്രൈവറെ ആവശ്യമുണ്ട്. നല്ല ശമ്പളം കിട്ടും. പിന്നെ അതുപോലെ തന്നെ താമസ സ്ഥലവും ഫുഡും എല്ലാം തന്നെ അവർ തന്നെ നോക്കും. നിനക്കത് നോക്കണോ? അത് കേട്ടപ്പോൾ ഫൈസൽ മിണ്ടാതെ നിന്നു. എന്നിട്ട് പറഞ്ഞു, ഗൾഫിലേക്കോ? അപ്പോൾ റഹ്മാൻ പറഞ്ഞു, അതെ, ഗൾഫിലേക്ക് തന്നെ. ഫൈസൽ ചോദിച്ചു, എന്നാലും അവർ എത്രയാണ് ശമ്പളം തരുക? അപ്പോൾ റഹ്മാൻ ആ തുക പറഞ്ഞു. അത് കേട്ടപ്പോൾ ഫൈസലിൻ്റെ കണ്ണുകൾ വിടർന്നു. നാട്ടിൽ നിന്ന് മാസങ്ങളോളം സമ്പാദിച്ചു കിട്ടുന്ന പൈസ 1 മാസം കൊണ്ട് തന്നെ ഗൾഫിൽ നിന്നും കിട്ടുന്നുണ്ട്. അത് ആലോചിക്കുമ്പോൾ അവൻക്ക് നല്ല സന്തോഷം തോന്നി. പക്ഷേ ഉമ്മയെ വിട്ടുപിരിയുന്നതും ഭാര്യയെയും മകളെയും വിട്ടുപിരിയുന്നതും അവൻക്ക് സങ്കടമായി. അന്ന് രാത്രി എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം വീട്ടിൻ്റെ ഒരു കോലായ റൂമിൽ എല്ലാവരും ഇരുന്നു. അപ്പോൾ ഫൈസൽ തൻ്റെ കാര്യം പറഞ്ഞു, എനിക്ക് ഗൾഫിലേക്ക് പോവണം. അത് കേട്ടപ്പോൾ ഉമ്മയുടെ കയ്യിലുള്ള ഗ്ലാസ് താഴെ വീണു. എന്നിട്ട് ചോദിച്ചു, എന്താ മോനെ, നീ ഗൾഫിലേക്ക് പോകുകയാണോ? ഫൈസൽ മറുപടി പറഞ്ഞു, ഉമ്മ, കുറച്ചു കാലത്തേക്ക് മാത്രം. അത് കേട്ടപ്പോൾ നസീമയുടെ കണ്ണുകളും നിറഞ്ഞു. പക്ഷേ ഫൈസലിൻ്റെ മോളായ ഹന്ന മാത്രം സന്തോഷിച്ചു. എന്നിട്ട് ഫൈസലിനോട് ചോദിച്ചു, ഉപ്പ, ഗൾഫ് എവിടെയാണ്? അപ്പോൾ ഫൈസൽ പറഞ്ഞു, മോളെ, കുറച്ച് ദൂരെയാണ് ഗൾഫ്. ഹന്ന വീണ്ടും ചോദിച്ചു, അപ്പോൾ ഉപ്പ പോയാൽ എപ്പോഴാണ് തിരിച്ചു വരിക? അത് കേട്ടപ്പോൾ ഫൈസലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഹന്നയെ ചേർത്തു പിടിച്ചു. എന്നിട്ട് നെറ്റിയിൽ ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, വേഗം വരും മോളെ. പക്ഷേ മനസ്സിൽ വേറെയായിരുന്നു. നിന്റെ ഭാവിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്നൊരു ചിന്ത അവൻ്റെ മനസ്സിൽ വന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാം ശരിയായി. അവൻ സൗദിയിലേക്ക് യാത്ര പോവാൻ വേണ്ടി വിമാനത്താവളത്തിലേക്ക് പോയി. ഫൈസലിൻ്റെ കൂടെ ഭാര്യയും ഉമ്മയും മകളും യാത്രയയക്കാനെത്തി. വിമാനം പുറപ്പെടും മുമ്പ് ഹന്ന ഉപ്പയുടെ കയ്യിൽ ഒരു ചെറിയ പേപ്പർ കൊടുത്തു. എന്നിട്ട് അവൾ പറഞ്ഞു, ഉപ്പ, ഇത് പേഴ്സിൽ വെച്ചോളൂ. ഫൈസൽ അത് തുറന്നു നോക്കി. അതിൽ അവൾ എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ്, എൻ്റെ ഉപ്പയാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല ഉപ്പ. ആ വാക്കുകൾ അവൻ വായിച്ചു. അതിനുശേഷം അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അങ്ങനെ അവൻ വിമാനത്തിൽ കയറി. വിമാനത്തിൽ കയറിയിട്ടും അവൻ ആ കുറിപ്പ് വീണ്ടും വീണ്ടും എടുത്തു നോക്കി. 2 കണ്ണുകളിൽ നിന്നും അവൻ്റെ കണ്ണുനീർ ഒഴുകി. അങ്ങനെ ഫൈസൽ സൗദിയിലെത്തി. സൗദിയിലെത്തിയ ഉടൻ തന്നെ റഹ്മാൻ്റെ പരിചയക്കാരൻ ഫൈസലിനെ സ്വീകരിച്ചു.
പിറ്റേ ദിവസം അവനെ ഒരു വലിയ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. വീടെന്ന് പറഞ്ഞാൽ ഒരു വലിയ കൊട്ടാര സമാനമായ ഒരു വീടാണ്. വലിയ ഗേറ്റ്, വിശാലമായ മുറ്റം, പൂന്തോട്ടം, മനോഹരമായ കാറുകൾ. അവിടെ ഫൈസലിനെ വീട്ടുടമയായ അബ്ദുള്ളയായിരുന്നു കാത്തിരുന്നത്. 50 വയസ്സിന് മുകളിലുള്ള ഒരു ശാന്തമായ മുഖമുള്ള ഒരു വ്യക്തിയാണ് അബ്ദുള്ള. ഫൈസലിനെ കണ്ടപ്പോൾ ചോദിച്ചു, നീ ഫൈസലാണോ? ഫൈസൽ പറഞ്ഞു, അതെ സാർ. വീണ്ടും അബ്ദുള്ള ചോദിച്ചു, നിനക്ക് എത്ര വർഷത്തെ ഡ്രൈവിംഗ് പരിചയമുണ്ട്? ഫൈസൽ പറഞ്ഞു, എനിക്ക് 10 വർഷത്തോളം പരിചയമുണ്ട്. അത് കേട്ടപ്പോൾ അബ്ദുള്ള ഫൈസലിനെ കുറച്ചു നേരമൊന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, നിനക്ക് അറബി അറിയാമോ? ഫൈസൽ പറഞ്ഞു, കുറച്ചൊക്കെ. അബ്ദുള്ള പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അതൊക്കെ മതി. പക്ഷേ ഒരു കാര്യം നീ ഓർക്കണം. ഫൈസൽ ശ്രദ്ധിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്തേ? അബ്ദുള്ള പറഞ്ഞു, എൻ്റെ കാറുകളെല്ലാം തന്നെ വിലപിടിപ്പുള്ളതാണ്. പക്ഷേ അതിനേക്കാൾ വിലപ്പെട്ടതാണ് എനിക്കെൻ്റെ കുടുംബം. എൻ്റെ കുടുംബത്തെ നീ കൊണ്ടുപോകുമ്പോൾ വളരെ ഏറെ ശ്രദ്ധിക്കണം. അത് കേട്ടപ്പോൾ ഫൈസൽ പറഞ്ഞു, തീർച്ചയായും സാർ, ഞാൻ എല്ലാം നല്ല പോലെ ശ്രദ്ധിക്കാം. അന്നു മുതൽ ഫൈസലിന് ഒരു പുതിയ ജീവിതം തന്നെ ആരംഭിച്ചു. അബ്ദുള്ളയുടെ ഭാര്യയായ ആയിഷ നല്ല സ്നേഹമുള്ള ഒരു സ്ത്രീയായിരുന്നു. മകൻ 21കാരനായ യൂസഫ്. മകൾ കോളേജിൽ പഠിക്കുകയായിരുന്നു. പേര് മറിയം. ആദ്യ ദിവസങ്ങളിൽ ഫൈസലിന് അവിടെയുള്ളവരെല്ലാം തന്നെ അന്യരായിരുന്നു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തുടങ്ങി. ഫൈസൽ രാവിലെ അബ്ദുള്ളയെ ഓഫീസിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം മറിയത്തെ കോളേജിലേക്ക് കൊണ്ടുപോകും. വൈകുന്നേരമായാൽ യൂസഫിനെ കൊണ്ടുവരും. ജോലി കഴിഞ്ഞാൽ ഫൈസൽ തൻ്റെ ചെറിയ റൂമിൽ പോയി നാട്ടിലേക്ക് ഫോൺ ചെയ്യും. ഫൈസൽ കൂടുതലും മോളുമായാണ് സംസാരിക്കുക. ഹന്ന, നീ പഠിച്ചോ? അപ്പോൾ ഹന്ന പറയും, ഉപ്പ, ഇന്നെനിക്ക് എല്ലാത്തിലും ഫസ്റ്റാണ്. മകളുടെ ശബ്ദം കേൾക്കുമ്പോൾ അവൻ്റെ എല്ലാ ക്ഷീണം തന്നെ അതിൽ മാറിപ്പോവും. ഒരു ദിവസം മറിയത്തിനെ കോളേജിലേക്ക് കൊണ്ടുപോകുമ്പോൾ മറിയം ഇടയ്ക്ക് വെച്ച് പറഞ്ഞു, ഫൈസൽ ഇക്ക, കാർ ഒന്ന് നിർത്താമോ? ഫൈസൽ ചോദിച്ചു, എന്തു പറ്റി? കോളേജ് എത്തിയിട്ടില്ലല്ലോ. അപ്പോൾ മറിയം പറഞ്ഞു, എനിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നുന്നു. ഫൈസൽ ഉടൻ തന്നെ കാർ നിർത്തി. അവൾക്ക് വേഗം വെള്ളം കൊടുത്തു. എന്നിട്ട് കുറച്ചു നേരം അവിടെ ഇരുന്നു. അതിനുശേഷം ആശുപത്രിയിലേക്ക് എത്തിച്ചു. അവൻ അവിടെ നിന്ന് അബ്ദുള്ളയെ വിവരമറിയിച്ചു. വിവരം അറിഞ്ഞതും അബ്ദുള്ള ആശുപത്രിയിലേക്ക് വേഗം ചെന്നപ്പോൾ ഫൈസൽ മറിയത്തിൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ അബ്ദുള്ള ചോദിച്ചു, നീ ഇവിടെ തന്നെ നിൽക്കുകയാണോ? അപ്പോൾ ഫൈസൽ പറഞ്ഞു, എനിക്ക് എങ്ങനെ ഈ സുഖമില്ലാത്ത കുട്ടിനെ ഇട്ട് പോകാൻ തോന്നുക? അത് കേട്ടപ്പോൾ അബ്ദുള്ള ഒന്നും പറഞ്ഞില്ല. ആദ്യമായി അയാൾ ഫൈസലിനെ ഒരു ജോലിക്കാരൻ എന്നതിലുപരി വേറെ ഒരു നോട്ടം നോക്കി. അത് വേറൊന്നുമല്ല, തനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ എന്ന ഒരു ചിന്തയിലായിരുന്നു. അന്ന് രാത്രി ഫൈസൽ തൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്തപ്പോൾ ഉമ്മയാണ് ആദ്യം ഫോൺ എടുത്തത്. ഉമ്മ ചോദിച്ചു, മോനെ ഫൈസലെ, നിനക്ക് അവിടെ സുഖമാണോ? ഫൈസൽ മറുപടി പറഞ്ഞു, അതേ ഉമ്മ. ഉമ്മ വീണ്ടും ചോദിച്ചു, അവിടെയുള്ള ആളുകളൊക്കെ നല്ലവരാണോ? അവൻ അബ്ദുള്ളയെ ഓർത്തു. എന്നിട്ട് പറഞ്ഞു, അതേ ഉമ്മ, ഇവിടെയുള്ള ആളുകളെല്ലാവരും നല്ലവരാണ്. പക്ഷേ ഫൈസലിന് അറിയില്ലായിരുന്നു തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരീക്ഷണം വരാനിരിക്കുന്നു എന്ന്. ഒരു മഴയുള്ള രാത്രിയിൽ അബ്ദുള്ളയുടെ മകൻ യൂസഫ് പുറത്തേക്ക് പോയി. അർദ്ധരാത്രിയായിട്ടും മകൻ യൂസഫ് വീട്ടിലെത്തിയില്ല. ഫോൺ വിളിച്ചു നോക്കി, അവൻ ഫോൺ എടുക്കുന്നില്ല. അന്ന് ആദ്യമായാണ് ഫൈസൽ അബ്ദുള്ളയുടെ മുഖത്ത് ഒരു ഭയം കാണുന്നത്. അയാൾ ഫൈസലിനോട് പറഞ്ഞു, ഫൈസൽ, വേഗം തന്നെ കാറെടുക്കൂ. എങ്ങോട്ടാണ് സാർ? എന്തു പറ്റി? അയാൾ വിറയുന്ന ശബ്ദത്തോടുകൂടെ പറഞ്ഞു, എൻ്റെ മകനെ കാണാനില്ല. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആകാശത്ത് ഇടിമിന്നൽ ഇടയ്ക്കിടയ്ക്ക് തെളിഞ്ഞുകൊണ്ടിരുന്നു. അബ്ദുള്ള പറഞ്ഞു ഫൈസലിനോട്, ആദ്യം നമുക്ക് യൂസഫിൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിലേക്ക് പോകാം. ഫൈസൽ പറഞ്ഞു, ശരി സാർ. പെട്ടെന്ന് തന്നെ ഫൈസൽ വണ്ടിയെടുത്തു. ആ സമയം അബ്ദുള്ള യൂസഫിൻ്റെയും സുഹൃത്തുക്കളുടെയും ഫോണിലേക്ക് നിരന്തരമായി വിളിച്ചുകൊണ്ടിരുന്നു. ഒരു പ്രതികരണവുമില്ല. അവൻ ഫൈസലിനോട് പറഞ്ഞു, അവൻ സാധാരണ ഇങ്ങനെ ഫോണൊന്നും ഓഫ് ചെയ്യാറില്ല. ഇതെന്തു പറ്റി അവൻക്ക്? അബ്ദുള്ളയുടെ ഉള്ളിലൊരു ഭയം നിറഞ്ഞിരുന്നു. അത് കണ്ടപ്പോൾ ഫൈസൽ അബ്ദുള്ളയോട് പറഞ്ഞു, സാർ, നിങ്ങൾ വിഷമിക്കേണ്ട, നമുക്ക് അവനെ കണ്ടെത്താം. ഫൈസൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സിലും നല്ല പേടിയുണ്ടായിരുന്നു. ഫൈസൽ യൂസഫിനോട് നല്ല അടുപ്പമായിരുന്നു. അതുപോലെ തന്നെ യൂസഫ് ഫൈസലിനോടും. യൂസഫിൻ്റെ പല കാര്യങ്ങളും ഫൈസലിനോട് അവൻ തുറന്നു പറയുമായിരുന്നു.
ഫൈസൽ മനസ്സിൽ ചിന്തിച്ചു, ഇനി യൂസഫിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമോ? യൂസഫ് ഫൈസലിനോട് എപ്പോഴും മകളെ കാര്യം അന്വേഷിക്കും. ഫൈസലിക്ക, നിങ്ങളുടെ മകൾക്ക് എന്താണ് ആഗ്രഹം? ഫൈസൽ പറയും, അവൾക്ക് ഡോക്ടറാവാനാണ്. അപ്പോൾ യൂസഫ് പറയും, അവളെ നമുക്ക് പഠിപ്പിച്ച് ഡോക്ടറാക്കണം, എന്നിട്ട് ഞാൻ നാട്ടിലേക്ക് കാണാൻ വരും. ഫൈസൽ അപ്പോൾ പുഞ്ചിരിക്കും. അതെല്ലാം അവൻ കാറിലിരുന്ന് ഓർത്തുപോയി. പോകുന്ന വഴിയിൽ യൂസഫിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കയറി. അവിടെ യൂസഫ് ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ സുഹൃത്തിൻ്റെ വീട്ടിലും കയറി. അവിടെയും അവനില്ല. മൂന്നാമത്തെ സുഹൃത്തിൻ്റെ വീട്ടിലും കയറി. അവൻക്കും ഒരു വിവരവും കിട്ടിയിട്ടില്ല. അബ്ദുള്ള ആകെ ബേജാറിലായി. എന്നിട്ട് ഫൈസലിനോട് ചോദിച്ചു, ഫൈസൽ, ഇനി നമ്മൾ എങ്ങോട്ടാണ് പോവുക? ഫൈസൽ കുറച്ചു നേരം ചിന്തിച്ചു. എന്നിട്ട് അബ്ദുള്ളയോട് ചോദിച്ചു, സർ, യൂസുഫ് സാധാരണ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പോവാറ്? അബ്ദുള്ള ചില സ്ഥലങ്ങളുടെയൊക്കെ പേരുകൾ പറഞ്ഞു. ഫൈസൽ ഓരോ സ്ഥലത്തേക്കും കാറോടിച്ചു. അവസാനം നഗരത്തിൻ്റെ പുറത്തേക്കുള്ള ഒരു റോഡിലേക്കെത്തി. അവിടെ ഏതാണ്ട് ആ റോഡ് വിജനമായി കിടക്കുന്നു. മഴ കാരണം ഒന്നും അങ്ങ് തെളിഞ്ഞു കാണുന്നില്ല. ഫൈസൽ കാറിൻ്റെ വേഗത കുറച്ചു. പെട്ടെന്നാണ് റോഡിൻ്റെ സൈഡിൽ കുറച്ച് ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ടത്. ഫൈസൽ പെട്ടെന്ന് കാർ നിർത്തി അബ്ദുള്ളയെ വിളിച്ചു. സാർ. അബ്ദുള്ള വേഗം പുറത്തേക്കിറങ്ങി. അവിടെ ഒരു തകർന്ന കാർ കിടപ്പുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അബ്ദുള്ളയുടെ മുഖം പെട്ടെന്ന് വിളറി. ഇത് എൻ്റെ യൂസുഫിൻ്റെ കാറാണ്. അയാൾ ഓടിച്ചെന്നു. പിന്നാലെ ഫൈസലും ഓടിച്ചെന്നു. കാറിൻ്റെ മുൻഭാഗം ആകെ തകർന്നിട്ടുണ്ട്. അതിനുള്ളിൽ യൂസഫ് കുടുങ്ങിക്കിടക്കുകയായിരുന്നു. യൂസഫ്! അബ്ദുള്ള ഉറക്കെ നിലവിളിച്ചു. പക്ഷേ യൂസുഫിന് ബോധമുണ്ടായിരുന്നില്ല. ചുറ്റുമുണ്ടായിരുന്നവർ സഹായിക്കാൻ ശ്രമിച്ചെങ്കിലും ആ കാർ തുറക്കാൻ പറ്റുന്നില്ല. ഫൈസൽ ഒരു നിമിഷം പോലും ചിന്തിച്ചില്ല. അവിടെ ഉള്ളവരോട് പറഞ്ഞു, എല്ലാവരും ഒന്ന് പിന്നോട്ട് മാറൂ. അവൻ ശക്തമായി ആ വാതിൽ തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ കാറിൻ്റെ ഡോർ കുടുങ്ങിക്കിടക്കുകയാണ്. അവൻ വീണ്ടും ശക്തമായി വലിച്ചു. അവൻ്റെ കയ്യിൽ മുറിവായി. ഫൈസലിൻ്റെ കയ്യിൽ നിന്നും രക്തം വരാൻ തുടങ്ങി. അബ്ദുള്ള ഉറക്കെ പറഞ്ഞു, ഫൈസൽ, എല്ലാ കാര്യം സൂക്ഷിച്ച് ചെയ്യൂ. ഫൈസൽ പറഞ്ഞു, സർ, ആദ്യം യൂസുഫിനെ പുറത്തെടുക്കണം. അവൻ ഒരുപാട് തവണ ശ്രമിച്ചു. എന്നിട്ടാണ് അതിൻ്റെ ഡോർ കുറച്ചെങ്കിലും തുറന്നത്. ചുറ്റുമുള്ളവരുടെ സഹായത്തോടെ ഫൈസൽ യൂസഫിനെ പുറത്തേക്കെടുത്തു. അവൻ്റെ തലയിൽ ഗുരുതരമായ പരിക്കുണ്ടായിരുന്നു. അതിനിടയിൽ ആരോ ഒരാൾ ചോദിച്ചു, ആംബുലൻസ് വിളിച്ചോ? അപ്പോൾ ഒരാൾ പറഞ്ഞു, അതെ, വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഫൈസലിന് കാത്തിരിക്കാനായില്ല. അവൻ അബ്ദുള്ളയോട് പറഞ്ഞു, സർ, ആംബുലൻസ് വരാൻ ഒരുപാട് സമയമെടുക്കും. നമുക്ക് അങ്ങനെ നിൽക്കണ്ട, വേഗം തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാം. അബ്ദുള്ള ഒന്നും അടിച്ചു തിന്നു. അപ്പോൾ ഫൈസൽ പറഞ്ഞു, സർ, ചിന്തിച്ച് നിൽക്കാൻ ഇപ്പോൾ സമയമില്ല. അവൻ യൂസഫിനെ എടുത്ത് കാറിൻ്റെ പിൻസീറ്റിൽ കിടത്തി. അബ്ദുള്ളയും കൂടെ കയറി. ഫൈസൽ വേഗം തന്നെ ആശുപത്രിയിലേക്ക് കാർ ഓടിച്ചു. മഴ റോഡിനെ മുഴുവനായി മൂടിയിരുന്നു. കാഴ്ച വളരെ കുറവായിരുന്നു. എന്നിട്ടും ഫൈസൽ കാർ വേഗത്തിൽ തന്നെ ഓടിച്ചു. അബ്ദുള്ള മകന്റെ തല മടിയിൽ വെച്ച് കരയുകയായിരുന്നു. യൂസഫ്, മകനെ ഒന്ന് കണ്ണു തുറക്ക്, ഇടയ്ക്കിടയ്ക്ക് അബ്ദുള്ള പറയുന്നുണ്ട്. പക്ഷേ ഫൈസൽ അവിടെയൊന്നും ശ്രദ്ധിച്ചില്ല. അവൻ ഡ്രൈവിങ്ങിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കുറച്ച് സമയത്തിനു ശേഷം യൂസുഫിന്റെ ശ്വാസം മന്ദഗതിയിലായതുപോലെ തോന്നി. ഫൈസൽ പറഞ്ഞു, സർ, അവനെ സംസാരിപ്പിക്കാൻ ശ്രമിക്കുക. അബ്ദുള്ള ഇടയ്ക്കിടയ്ക്ക് യൂസുഫിനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ യൂസുഫ് അതൊന്നും കേൾക്കുന്നില്ല. ഒടുവിൽ കാർ ആശുപത്രിയിലെത്തി. എമർജൻസി വിഭാഗത്തിലേക്ക് വേഗം കയറ്റി. ഫൈസൽ അവിടുത്തെ ഡോക്ടർമാരോട് പറഞ്ഞു, അപകടത്തിൽ ഗുരുതരമായ പരിക്കേറ്റ ആളാണ്. യൂസഫിനെ അകത്തേക്ക് കയറ്റി വാതിലടച്ചു. അബ്ദുള്ള പുറകെ പോയെങ്കിലും അബ്ദുള്ളയെ തടഞ്ഞു. പുറത്ത് കുറച്ചു നേരം നിങ്ങൾ കാത്തിരിക്കണം. അതും പറഞ്ഞു ഡോക്ടർ വാതിലടച്ചു. അബ്ദുള്ള വാതിലിന്റെ പുറത്ത് ചുമരും ചാരി ഇരുന്നു. ഫൈസലാണെങ്കിലോ കുറച്ചകലെ മാറി നിന്നു. അവൻ്റെ കയ്യിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു. യൂസുഫിനെ രക്ഷിച്ചപ്പോൾ കാറിൻ്റെ ഏതോ ഒരു ഭാഗം തട്ടിയതാണ്. ഒരു നഴ്സ് അത് ശ്രദ്ധിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ മുറിവുണ്ട്, അതാ രക്തം വരുന്നു. ഫൈസൽ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല. വീണ്ടും നഴ്സ് പറഞ്ഞു, നിങ്ങളത് ഡ്രസ്സിങ് ചെയ്യൂ. ഫൈസൽ അതൊന്നും ചെയ്തില്ല. ഫൈസൽ പറഞ്ഞു, ആദ്യം ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നറിയണം. അവൻ അവിടെ നിന്നു. മണിക്കൂറുകൾ കടന്നുപോയി. അവസാനം ഒരു ഡോക്ടർ പുറത്തു വന്നു. ഡോക്ടറെ കണ്ടതും അബ്ദുള്ള വേഗം എഴുന്നേറ്റു. എന്നിട്ട് ചോദിച്ചു, ഡോക്ടർ, എൻ്റെ മകൻ? ഡോക്ടർ അല്പം ഗൗരവത്തോടെ പറഞ്ഞു, നിങ്ങളുടെ മകന് കുറച്ച് ഗുരുതരമാണ്.
തലയിൽ വലിയ പരുക്കുണ്ട്, അടിയന്തരമായി ശസ്ത്രക്രിയ വേണം. അത് കേട്ടതും അബ്ദുള്ള ആകെ തളർന്നുപോയി. അബ്ദുള്ള ചോദിച്ചു, ഇനി എന്ത് ചെയ്യണം? ഡോക്ടർ പറഞ്ഞു, ഒന്നും ചെയ്യാനില്ല, ഈ ഒരു സമ്മതപത്രത്തിൽ നിങ്ങൾ ഒപ്പിടണം. വേഗം തന്നെ അബ്ദുള്ള വിറയുന്ന കൈകളോടുകൂടി ഒപ്പിട്ടു. ആ സമയം ആശുപത്രി ജീവനക്കാരൻ അടിയന്തരമായ ചികിത്സയ്ക്ക് തുക ആവശ്യപ്പെട്ടത്. അബ്ദുള്ള തന്റെ പേഴ്സ് എടുത്തു. പക്ഷേ ചില നടപടിക്രമങ്ങൾക്ക് സമയം ആവശ്യമായിരുന്നു. ഫൈസൽ വേഗം കൗണ്ടറിലേക്ക് നടന്നു. എന്നിട്ട് അവിടുത്തെ ജീവനക്കാരനോട് ചോദിച്ചു, എത്ര പണം വേണം? ജീവനക്കാരൻ തുക പറഞ്ഞു. അയാൾ പറഞ്ഞ തുക മുഴുവനായും ഫൈസലിന്റെ കയ്യിലുണ്ടായിരുന്നില്ല. ഫൈസലിന്റെ കയ്യിലുള്ള മുഴുവൻ പണവും കൊടുത്തിട്ട് പറഞ്ഞു, ഈ തുക ഇപ്പോൾ ഇവിടെ പിടിക്കൂ. അബ്ദുള്ള ഇതെല്ലാം പുറകിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അബ്ദുള്ള ചോദിച്ചു, ഫൈസൽ, നീ എന്താണ് ചെയ്യുന്നത്? ഫൈസൽ മറുപടി പറഞ്ഞു, ആദ്യം ചികിത്സ നടക്കട്ടെ. ഇത് കേട്ടപ്പോൾ അബ്ദുള്ള അവനെ തന്നെ കുറച്ചു നേരം നോക്കി നിന്നു. അവൻ തന്റെ കുടുംബത്തിനായി ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവറായിരുന്നു. എന്നിട്ടും തന്റെ മകന്റെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം പണം പോലും മടിയില്ലാതെ കൊടുക്കുന്നു. കുറച്ചു സമയത്തിനു ശേഷം യൂസഫിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. അബ്ദുള്ളയും ഫൈസലും മണിക്കൂറുകളോളം പുറത്തിരുന്നു. ഉറക്കമില്ലാതെ ഫൈസലിന്റെ കണ്ണുകൾ ചുമന്നിരുന്നു. അബ്ദുള്ള മെല്ലെ ഫൈസലിനോട് ചോദിച്ചു, ഫൈസലെ, നിനക്ക് വീട്ടിലേക്ക് വിളിക്കണ്ടേ? സമയമായില്ലേ? ഫൈസൽ തല കുനിച്ചു. എന്നിട്ട് പറഞ്ഞു, ആദ്യം യൂസഫിന്റെ കാര്യമൊന്ന് അറിയട്ടെ, എന്നിട്ട് വിളിക്കാലോ. അബ്ദുള്ള വീണ്ടും പറഞ്ഞു, നീ വിളിക്കുന്ന സമയമായില്ലേ? നിന്റെ വീട്ടുകാർ അത് കാത്തിരിക്കൂലേ? ഫൈസൽ ചെറുതായി പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അത് എൻ്റെ കുടുംബമാണ്. ഇവിടെയും കുടുംബത്തിലെ എൻ്റെ ഒരാളല്ലേ ഈ ആശുപത്രിയിൽ കിടക്കുന്നത്. ഫൈസലിന്റെ വാക്കുകൾ കേട്ടപ്പോൾ അബ്ദുള്ളയുടെ കണ്ണ് നിറഞ്ഞു. മണിക്കൂറുകൾക്ക് ശേഷം ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിൽ തുറന്നു. ഡോക്ടർ പുറത്തു വന്നു. സന്തോഷത്തോടുകൂടെ തന്നെയാണ് പറഞ്ഞത്, ഒന്നും പേടിക്കേണ്ട, ഓപ്പറേഷൻ വിജയകരമായി തന്നെ നടന്നു. അത് കേട്ടപ്പോൾ അബ്ദുള്ളയുടെ കണ്ണിൽ സന്തോഷത്തിന്റെ കണ്ണുനീർ നിറഞ്ഞു. അബ്ദുള്ള വേഗം തന്നെ ഫൈസലിനെ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് നന്ദിയും പറഞ്ഞു. ഫൈസൽ ചോദിച്ചു, എന്തിനാ? അബ്ദുള്ള വീണ്ടും പൊട്ടിക്കരഞ്ഞു. ഫൈസൽ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. കുറച്ചും കൂടെ സമയം കഴിഞ്ഞപ്പോൾ ആശുപത്രിയുടെ ഒരു കോണിലിരുന്ന് ഫൈസൽ വീട്ടിലേക്ക് ഫോൺ ചെയ്തു. ഫോൺ എടുത്തത് അവന്റെ ഭാര്യ നസീമയാണ്. നസീമ ചോദിച്ചു, ഇക്ക, എത്ര സമയമായി? എന്താണ് വൈകിയത്? ഫൈസൽ കുറച്ചു നേരം മിണ്ടാതിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഒന്നുമില്ല, ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. അവൻ കാര്യം എന്താണെന്നും നസീമയോട് പറഞ്ഞില്ല. കാരണം അതും കൂടെ അവരറിഞ്ഞാൽ അവർക്കും വിഷമമാകും. തൻ്റെ കുടുംബത്തെ വിഷമിപ്പിക്കാൻ അവൻക്ക് സാധിച്ചില്ല. അവൻ ഫോൺ കട്ട് ചെയ്തതിനു ശേഷം ചെറിയ ജനലിലൂടെ യൂസഫിനെ നോക്കി. ഫൈസൽ മനസ്സിൽ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഈ കുട്ടിയെ രക്ഷിക്കണേ. ആ സമയം അബ്ദുള്ള യൂസഫിൻ്റെ കൈപിടിച്ച് അരികെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ നിമിഷം അബ്ദുള്ളയുടെ മനസ്സിൽ ഒരു തീരുമാനം രൂപപ്പെട്ടു. ഫൈസലിന് അവൻ ചെയ്ത നന്മയ്ക്ക് ഒരിക്കലും മറുപടി നൽകാനാവില്ലെങ്കിലും ഈ മനുഷ്യന്റെ കുടുംബത്തെ നമുക്ക് ഒരിക്കലും മറക്കാനാവില്ല. ആ അപകടത്തിന് ശേഷം ഫൈസലിനെ അബ്ദുള്ളയുടെ കുടുംബം വേറെ രീതിയിലാണ് കണ്ടത്. അന്നു മുതൽ അവൻ അവരുടെ ഡ്രൈവർ മാത്രമായിരുന്നില്ല, അവരുടെ കുടുംബത്തിലെ ഒരു അംഗമായി തീർന്നു. അതേസമയം ഫൈസലിന്റെ നാട്ടിൽ സ്വന്തം വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായി തുടങ്ങി. അത് ഫൈസലിന്റെ ജീവിതത്തിൽ മറ്റൊരു പരീക്ഷണമായിരുന്നു. അപകടത്തിന് ശേഷമുള്ള ദിവസങ്ങൾ കടന്നുപോയി. യൂസഫ് ആശുപത്രി വിട്ടെങ്കിലും കൂടുതലായി സുഖം പ്രാപിച്ചില്ല. നടക്കാൻ പോലും അവൻക്ക് മറ്റൊരാളുടെ ആവശ്യം വേണ്ടി വന്നു. തലയിലേറ്റ മുറിവ് കാരണം മാനസികമായും ശാരീരികമായും അവൻ തളർന്നു. അവന്റെ മുറിയുടെ വാതിലിനരികിൽ ഫൈസൽ പലപ്പോഴും പോയി നിൽക്കാറുണ്ട്. ഫൈസലിനെ കാണുമ്പോൾ യൂസഫ്, ഇക്ക. യൂസഫ് ചോദിക്കും, എന്താടാ? എനിക്ക് പുറത്തേക്ക് പോകണം. അപ്പോൾ ഫൈസൽ പറയും, വേണ്ട, ഡോക്ടർ പറഞ്ഞിട്ടില്ലേ കുറച്ചും കൂടി വിശ്രമിക്കണമെന്ന്. യൂസഫ് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ കടന്നു മടുത്തു. അത് കേട്ടപ്പോൾ ചെറുതായി ഫൈസൽ പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നാ ശരി, നമുക്ക് ജനലിലൂടെ പുറത്തുള്ള ആ പൂന്തോട്ടം കാണാം. യൂസഫ് ചിരിച്ചും കൊണ്ട് ഫൈസലിനോട് ചോദിച്ചു, ഇക്ക, നിങ്ങൾ ഡ്രൈവറാണോ അതോ ഡോക്ടറാണോ? ഫൈസൽ പറഞ്ഞു, ഡോക്ടറുമല്ല, ഡ്രൈവറുമല്ല. ഞാൻ നിന്റെ അസുഖം മാറുന്നതുവരെ നിന്റെ ബോഡി ഗാർഡായി കൂടെ ഉണ്ടാവും. അത് കേട്ടപ്പോൾ യൂസഫ് വീണ്ടും ചിരിച്ചു. അവരുടെ ഈ സംഭാഷണം കേട്ട് അബ്ദുള്ള പുറത്ത് വാതിലിനരികിലുണ്ടായിരുന്നു. അവരുടെ സംഭാഷണം കേട്ടപ്പോൾ അബ്ദുള്ളയുടെ മുഖത്ത് സന്തോഷം വന്നു. അബ്ദുള്ള മനസ്സിൽ പറഞ്ഞു, ഈ മനുഷ്യനെ അള്ളാഹു എൻ്റെ കുടുംബത്തിലേക്ക് അയച്ചത് എൻ്റെ ഭാഗ്യമാണ്. അപകടം കഴിഞ്ഞതോടെ ഫൈസലിന് അബ്ദുള്ളയുടെ കുടുംബത്തോടുള്ള ബന്ധം ശക്തമായി. ആ സമയം നാട്ടിൽ നിന്ന് വരുന്ന കോളുകളെല്ലാം ഇപ്പോൾ അവനെ വേദനിപ്പിക്കുന്നുണ്ട്. ഒരു ദിവസം രാത്രി നസീമ വിളിച്ചു, ഇക്ക,
ഫൈസൽ ചോദിച്ചു. എന്തേ? അവളുടെ ശബ്ദത്തിൽ പതിവില്ലാത്ത ഒരു വിഷമം. ഫൈസൽ ചോദിച്ചു, നിനക്കെന്താ വിഷമം? നീ ഇന്ന് കരഞ്ഞോ? നസീമ പറഞ്ഞു, ഒന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഫൈസൽ വീണ്ടും പറഞ്ഞു, നസീമ നീ സത്യം പറയൂ, എനിക്കറിയാം നിന്നെ. അപ്പോൾ നസീമ പതുക്കെ പറഞ്ഞു, ഉമ്മയുടെ മരുന്ന് വാങ്ങണം, അതുപോലെ തന്നെ ഹന്നയുടെ സ്കൂൾ ഫീസും അടക്കണം. അത് കേട്ടപ്പോൾ ഫൈസലിന് വിഷമം തോന്നി. ഫൈസൽ ചോദിച്ചു, എത്ര വേണം? നസീമ തുക പറഞ്ഞു. ഫൈസൽ വേഗം തന്റെ പേഴ്സ് തുറന്നു നോക്കി. അവന്റെ കയ്യിൽ അധികം പണമുണ്ടായിരുന്നില്ല. യൂസഫിന്റെ അപകട സമയത്ത് ആശുപത്രിയിൽ ചിലവാക്കിയ പൈസ തിരിച്ചു കിട്ടിയിട്ടുമില്ല. അടുത്ത ശമ്പളം കിട്ടണമെങ്കിൽ ഇനിയും കുറച്ചു ദിവസം കൂടെ കാത്തിരിക്കണം. അവൻ കട്ടിലിൽ കിടന്ന് കുറെ നേരം ചിന്തിച്ചു. അപ്പോഴാണ് അവന്റെ വാതിലിൽ ഒരു മുട്ടൽ. അത് അബ്ദുള്ളയായിരുന്നു. ഫൈസൽ വാതിൽ തുറന്നു. അബ്ദുള്ള ചോദിച്ചു, എന്തു പറ്റി? എന്താ നിന്റെ മുഖത്തൊരു വിഷമം? ഫൈസൽ പറഞ്ഞു, ഒന്നുമില്ല സർ. അബ്ദുള്ള പറഞ്ഞു, നിന്റെ മുഖം കണ്ടാൽ എനിക്ക് മനസ്സിലാകും നിനക്കെന്തോ വിഷമമുണ്ട്. ഫൈസൽ ആദ്യം പറയാൻ മടിച്ചു, പക്ഷെ പിന്നെ എല്ലാം തന്നെ തുറന്നു പറഞ്ഞു. അബ്ദുള്ള എല്ലാം ശാന്തമായി കേട്ടുനിന്നു. എന്നിട്ട് ചോദിച്ചു, നിന്റെ ഉമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ പണമില്ലേ? ഫൈസൽ പറഞ്ഞു, ഇല്ല സർ, ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ്. അത് കേട്ടതും അബ്ദുള്ള തന്റെ പേഴ്സ് എടുത്തു. അപ്പോൾ ഫൈസൽ കൈ ഉയർത്തി പറഞ്ഞു, വേണ്ട സർ. അബ്ദുള്ള ചോദിച്ചു, അതെന്താ വേണ്ടാത്തത്? ഒന്നുമില്ല സാർ, ഞാൻ കടം വാങ്ങാം. അത് കേട്ടപ്പോൾ അബ്ദുള്ളയുടെ മുഖം മാറി. അബ്ദുള്ള ഓരോ കാര്യങ്ങൾ അവനോട് പറഞ്ഞു. എന്നിട്ട് കുറച്ച് പൈസ എടുത്ത് അവന്റെ കയ്യിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതാ, ഇത് നീ നാട്ടിലേക്ക് അയച്ചോ. ഇത് ഞാൻ നിന്റെ ശമ്പളത്തിൽ നിന്നൊന്നും കുറയ്ക്കില്ല. ഫൈസലിന്റെ കണ്ണു നിറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സർ, ഞാൻ പറയുന്നത് കേൾക്കൂ. അബ്ദുള്ള ശാന്തമായി നിന്നു. അബ്ദുള്ള പറഞ്ഞു, എൻ്റെ മകൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ നിന്റെ പണം നോക്കിയില്ല. ഇന്ന് നിന്റെ കുടുംബത്തിന് ഒരാവശ്യം വന്നപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കാതിരുന്നാൽ ഞാൻ മനുഷ്യനിൽ പെടുമോ? ഫൈസൽ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു, നന്ദി സർ. നന്ദിയൊന്നും പറയേണ്ട ഫൈസൽ. നിന്റെ കുടുംബം എപ്പോഴും സുഖമായിരിക്കണം, അതാണ് എനിക്ക് വേണ്ടത്. അന്നു മുതൽ ഫൈസലിന്റെ കുടുംബത്തിലെ കാര്യങ്ങൾ അബ്ദുള്ളയും ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്നാൽ ഒരിക്കൽ പോലും ഫൈസൽ അത് മുതലെടുക്കാൻ ശ്രമിച്ചില്ല. അവൻ പതിവ് പോലെ തന്റെ ജോലി ആത്മാർത്ഥമായി തന്നെ ചെയ്തു. അബ്ദുള്ളയ്ക്ക് അത് ഏറെ ഇഷ്ടപ്പെട്ടു. ഒരു ദിവസം അബ്ദുള്ള ഫൈസലിനോട് ചോദിച്ചു, നിന്റെ മകൾ നന്നായി പഠിക്കുമല്ലേ? അവൾക്ക് എന്താകാനാണ് ആഗ്രഹം? ഫൈസൽ മറുപടി പറഞ്ഞു, അവൾ നന്നായി പഠിക്കും. അവൾക്ക് ഡോക്ടർ ആവാനാണ് ആഗ്രഹം സർ. അബ്ദുള്ള പറഞ്ഞു, ആണോ? എങ്കിൽ ഒരിക്കലും പഠിത്തം നിർത്തരുതേ. ഫൈസൽ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. ആ വാക്കുകൾ അബ്ദുള്ളയുടെ മനസ്സിൽ പതിഞ്ഞു. അതിനിടയിൽ യൂസഫിന്റെ അസുഖം പൂർണ്ണമായും ഭേദമായി. അവൻ ഫൈസലിനോട് പറഞ്ഞു, ഇക്കാ, എൻ്റെ അസുഖം മാറിയില്ലേ? ഇനി കോളേജിലേക്ക് പോകുമ്പോൾ എന്നെ കൊണ്ടുപോകാൻ നിങ്ങളും വരണം. ഫൈസൽ പറഞ്ഞു, തീർച്ചയായും ഞാൻ വരും. വീണ്ടും യൂസഫ് പറഞ്ഞു, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ആ അപകടത്തിനു ശേഷം ഞാൻ മുഴുവനായും മാറി. ഫൈസൽ അവന്റെ തോളിൽ കൈവച്ചു. നിന്റെ ജീവിതം നിനക്ക് തിരിച്ചു കിട്ടിയില്ലേ? അതാണ് ഏറ്റവും വലിയ സമ്മാനം. അത് നീ നന്നായി തന്നെ ഉപയോഗിക്കണം. യൂസഫ് തലകുനിച്ചു. മാസങ്ങൾ വീണ്ടും കടന്നുപോയി. ഫൈസലിന്റെ നാട്ടിലെ കടബാധ്യതകൾ കുറേയൊക്കെ കുറയാൻ തുടങ്ങി. പക്ഷേ വീട്ടിലെ ചെറിയ പ്രശ്നങ്ങൾ അവന്റെ മനസ്സിനെ വല്ലാതെ അലട്ടി. ഹന്നയ്ക്ക് ഏറ്റവും നല്ല സ്കൂളിൽ പഠിക്കാനുള്ള അവസരം ലഭിച്ചു. പക്ഷേ അവിടെ ഫീസ് കൂടുതലായിരുന്നു. അങ്ങനെ അവൾ പഠിക്കാൻ തുടങ്ങി. ഒരു ദിവസം നസീമ രാത്രി ഫൈസലിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇക്ക, നമുക്ക് സ്കൂൾ മാറ്റാം. ഇവിടുത്തെ ഫീസൊന്നും നമുക്ക് താങ്ങുന്നില്ല. ഫൈസൽ കുറച്ചു നേരം മിണ്ടാതിരുന്നു. ഹന്ന അപ്പുറത്തെ മുറിയിലിരുന്ന് ഇവരുടെ സംഭാഷണം കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ അകത്തേക്ക് വന്നു ഫോൺ വാങ്ങി. ഉപ്പാ? ഫൈസൽ ചോദിച്ചു. എന്താ മോളെ? എനിക്ക് അത്രയും ഫീസ് കൊടുത്ത സ്കൂളിലൊന്നും പഠിക്കണ്ട. എനിക്ക് പഴയ സ്കൂൾ മാത്രം മതി. അത് കേട്ടപ്പോൾ ഫൈസലിന്റെ ഹൃദയം തകർന്നു. ഫൈസൽ ചോദിച്ചു, എന്താ മോളെ നീ അങ്ങനെയൊക്കെ പറയുന്നത്? ഹന്ന പറഞ്ഞു, ഉപ്പ, നിങ്ങൾക്കത് ബുദ്ധിമുട്ടല്ലേ? ഫൈസൽ പറഞ്ഞു, അതൊന്നും നീ ചിന്തിക്കണ്ട, ഉപ്പ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം. അങ്ങനെ ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്ത ശേഷം ഫൈസൽ ഒരുപാട് സമയം കരഞ്ഞു. പിറ്റേ ദിവസം രാവിലെ അബ്ദുള്ള എത്തി. ഫൈസലിനോട് ചോദിച്ചു, ഇന്നലെ നീ എന്തിനാണ് ഇത്രയും അധികം വിഷമിച്ചിരുന്നത്? ഞാനത് ശ്രദ്ധിച്ചല്ലോ. ഫൈസൽ കാര്യങ്ങൾ പറഞ്ഞു. അബ്ദുള്ള എല്ലാം കേട്ടു. വേണ്ട നടപടികളെല്ലാം തന്നെ അബ്ദുള്ള ചെയ്തു. പിറ്റേ ദിവസം ഫൈസൽ അബ്ദുള്ളയുടെ ഓഫീസിലെത്തി. എന്നിട്ട് ചോദിച്ചു, സർ, ഹന്നയുടെ ഫീസ് ആരാ അടച്ചത്? അബ്ദുള്ള ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്തിനാണിപ്പോൾ അതൊക്കെ ചോദിക്കുന്നത്? ഫൈസൽ പറഞ്ഞു, അത് എനിക്ക് അറിയണം. അബ്ദുള്ള പറഞ്ഞു, അതൊരു നല്ല മനുഷ്യനാണ്. ഫൈസൽ വീണ്ടും ചോദിച്ചു,
ആരാണത്? അബ്ദുള്ള പറഞ്ഞു. അതിപ്പോൾ നീ അറിയേണ്ട ആവശ്യമില്ല. ഫൈസലിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഫൈസൽ പറഞ്ഞു, സർ, എനിക്ക് നിങ്ങളോട് കടപ്പെട്ടിരിക്കാനാവില്ല. അബ്ദുള്ള പറഞ്ഞു, കടമെന്ന് ഒരിക്കലും പറയരുതേ. എൻ്റെ മകനെ നീ രക്ഷിച്ചപ്പോൾ ഞാനൊരു കാര്യം തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഫൈസൽ തലകുനിച്ചു. അബ്ദുള്ള പറഞ്ഞു, ഇത് ഒരു കടമല്ല, ഒരു കുടുംബത്തിലെ ഒരാൾ മറ്റൊരാളെ സഹായിക്കുകയാണ്. ആ വാക്കുകൾ ഫൈസലിന്റെ ഹൃദയത്തിൽ പതിഞ്ഞു. കാലം പിന്നെയും കടന്നുപോയി. ഫൈസൽ ഗൾഫിലെത്തിയിട്ട് 6 വർഷം പൂർത്തിയായി. അവൻ്റെ കുടുംബത്തിൻ്റെ കടബാധ്യതകളെല്ലാം തന്നെ കഴിഞ്ഞു. ഹന്ന ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഒരു ദിവസം അവൾ ഫോൺ ചെയ്ത് പറഞ്ഞു, ഉപ്പ, ഞാൻ എന്തായാലും ഡോക്ടറാകും, അതിനുവേണ്ടി പഠിക്കുകയാണ്. അത് കേട്ടപ്പോൾ ഫൈസലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഈ വാക്കുകൾ കേൾക്കാനാണ് മോളെ ഞാൻ ഇത്രയും ദൂരം വന്നത്. അവൾ വീണ്ടും ചോദിച്ചു, ഉപ്പ, എപ്പോഴാണ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത്? ഹന്നയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ ഫൈസൽ കുറച്ചുനേരം മിണ്ടിയില്ല. എന്നിട്ട് പറഞ്ഞു, വരും മോളെ, ഇനി അധികം വൈകില്ല. അപ്പോൾ ഫൈസലിൻ്റെ മനസ്സിൽ ഒരു തീരുമാനമെടുത്തു. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, നാട്ടിലേക്ക് മടങ്ങണം. അടുത്ത ദിവസം തന്നെ ഫൈസൽ അബ്ദുള്ളയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, സർ, ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. എൻ്റെ കടങ്ങളെല്ലാം തന്നെ തീർന്നു. ഇനി എനിക്ക് നാട്ടിലേക്ക് മടങ്ങണം. അത് കേട്ടപ്പോൾ അബ്ദുള്ളയുടെ മുഖം മങ്ങി. അബ്ദുള്ള ചോദിച്ചു, എന്താ ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം? അപ്പോൾ ഫൈസൽ പറഞ്ഞു, സർ, എൻ്റെ മകൾ വലുതാകുകയാണ്. അവളുടെ ബാല്യം തന്നെ ഞാൻ നഷ്ടപ്പെടുത്തി. ഇനി അവളുടെ ജീവിതത്തിലെ ബാക്കിയുള്ള വർഷങ്ങളിൽ കുറച്ചെങ്കിലും ഞാൻ കൂടെ വേണം. അബ്ദുള്ള കുറച്ചു നേരം ശാന്തമായി നിന്നു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ തടയുന്നില്ല. ഫൈസൽ നന്ദിയോടെ തലകുനിച്ചു. അപ്പോൾ അബ്ദുള്ളയുടെ മനസ്സിൽ വേറൊരു ചിന്തയായിരുന്നു. ഫൈസൽ നാട്ടിലേക്ക് പോകുമ്പോൾ വെറും കൈയോടെ പോകാൻ പറ്റില്ല. ആ ദിവസം മുതൽ അബ്ദുള്ള ഒരു രഹസ്യമായ ഒരുക്കം തുടങ്ങി. ഫൈസലിന് അതിനെക്കുറിച്ച് ഒരു തീരുമാനവും ഉണ്ടായിരുന്നില്ല. അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സമ്മാനം രൂപം കൊള്ളുകയായിരുന്നു. പക്ഷേ ആ സമ്മാനം പണത്തേക്കാൾ വിലപ്പെട്ടതായിരുന്നു. അത് 6 വർഷത്തെ സ്നേഹവും നന്ദിയും വിശ്വാസവുമായിരുന്നു. ഫൈസൽ നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ച അന്ന് മുതൽ തന്നെ അബ്ദുള്ളയുടെ കുടുംബത്തിലെ അന്തരീക്ഷം ആകെ മാറി. 6 വർഷം തുടർച്ചയായി ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ ജോലിക്കാരനെന്നോ വീട്ടുകാരനെന്നോ അവിടെ ഉണ്ടാവില്ല. ഒരു കുടുംബത്തിലെ അംഗം പോലെ ആയി മാറിയിട്ടുണ്ടാകും. അതുപോലെ തന്നെയാണ് ഫൈസലിൻ്റെ ജീവിതവും. രാവിലെ അബ്ദുള്ള ഓഫീസിലേക്ക് പോകുമ്പോഴേക്കും ഫൈസൽ കാർ റെഡിയാക്കി നിർത്തിയിട്ടുണ്ടാകും. അബ്ദുള്ള വന്നാൽ ഉടൻ തന്നെ ഫൈസൽ പറയും, സർ, പോകാം. അബ്ദുള്ള പറയും, ശരി, പോകാം. വൈകുന്നേരം അബ്ദുള്ള തിരിച്ചെത്തുമ്പോൾ ഗേറ്റിൽ അബ്ദുള്ളയെ കാത്തു നിൽക്കുന്നതും ഫൈസൽ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ആ യാത്രകൾക്ക് വ്യത്യസ്തമായ ഒരു നിശബ്ദത വന്നു. കാരണം ഫൈസൽ പോകാനൊരുങ്ങുകയാണ്. അബ്ദുള്ളയുടെ ഭാര്യ ആയിഷക്കും അത് വലിയ നഷ്ടമായിരുന്നു. ഒരു ദിവസം അവർ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഫൈസലിനെ വിളിച്ചു. ഫൈസൽ ഉടൻ തന്നെ, എന്താ മേഡം, നീ ശരിക്കും പോകുകയാണോ? ഫൈസൽ പറഞ്ഞു, അതെ മേഡം. ആയിഷ കുറച്ചുനേരം മിണ്ടാതെ നിന്നു. നീ പോയാൽ യൂസഫിനെ ഇനി ആരാണ് ശകാരിക്കുക? ഫൈസൽ പുഞ്ചിരിച്ചു. യൂസഫിനെ ശകാരിക്കാൻ ഇവിടെ ആള് കുറവാണോ? അപ്പോൾ ആയിഷ പറഞ്ഞു, ഇവിടെ ആളുകളുണ്ട്, പക്ഷേ നിന്റെ ശകാരത്തിന് ഒരു സ്നേഹവുമുണ്ട്. അത് കേട്ടപ്പോൾ ഫൈസലിന്റെ കണ്ണുകൾ നിറഞ്ഞു. ആയിഷ അപ്പോൾ തന്നെ ഒരു ചെറിയ പെട്ടിയെടുത്ത് ഫൈസലിന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് നിന്റെ മകൾക്കുള്ളതാണ് കേട്ടോ. ഫൈസൽ പെട്ടി തുറന്നു നോക്കി. അതിലൊരു മനോഹരമായ വാച്ചും കുറച്ച് പുസ്തകങ്ങളും. ഫൈസൽ പറഞ്ഞു, മാഡം, ഇതൊന്നും വേണ്ടായിരുന്നു. അപ്പോൾ ആയിഷ പറഞ്ഞു, അതൊക്കെ ഞാനാണ് തീരുമാനിക്കുക. ഫൈസൽ പുഞ്ചിരിച്ചു. എന്തായാലും ഹന്നയ്ക്ക് ഇത് വളരെ ഇഷ്ടമാവും. ആയിഷ പറഞ്ഞു, അവൾ നന്നായി പഠിക്കുന്ന കുട്ടിയല്ലേ, അവളുടെ പഠിത്തം ഒരിക്കലും നിർത്തരുതേ, പഠനം തുടരട്ടെ, എന്നിട്ട് നല്ലൊരു ഡോക്ടറാവട്ടെ. അവൾ ഡോക്ടറായാൽ ഞങ്ങളെയൊന്നും മറക്കരുതേ ഫൈസലേ. അപ്പോൾ ഫൈസൽ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെന്താ മാഡം അങ്ങനെ പറയുന്നത്? നിങ്ങളെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. അങ്ങനെ ഫൈസലിന് നാട്ടിലേക്ക് പോവാനുള്ള തീയതി അടുത്തു വന്നു. അവൻ തൻ്റെ ചെറിയ മുറിയിലെ സാധനങ്ങളെല്ലാം തന്നെ ഓരോന്നായി പാക്ക് ചെയ്യാൻ തുടങ്ങി. 6 വർഷം കൊണ്ട് ശേഖരിച്ചു വെച്ച കുറച്ച് വസ്ത്രങ്ങൾ, ഉമ്മയുടെ കത്തുകൾ, ഭാര്യ അയച്ച സമ്മാനങ്ങൾ, മകളുടെ പഴയ ഫോട്ടോകൾ, അവൻ എല്ലാം തന്നെ ഓരോന്നായി എടുത്ത് ബാഗിൽ ഒതുക്കി വെച്ചു. അവൻ ഏറ്റവും ശ്രദ്ധയോടെ സൂക്ഷിച്ചു വെച്ചത് ഹന്ന കൊടുത്ത ആ പേപ്പറായിരുന്നു. എൻ്റെ ഉപ്പ ലോകത്തിലെ ഏറ്റവും നല്ല ഉപ്പയാണ് എന്ന് എഴുതിയ പേപ്പർ. അത് എടുത്തു നോക്കി അവൻ ആലോചിച്ചു. 6 വർഷങ്ങൾക്ക് മുമ്പ് വിമാനത്താവളത്തിൽ വെച്ച് തന്നതാണ്. ഇനി ഇത് മതി, അവൻ സ്വയം മനസ്സിൽ പറഞ്ഞു.
ഇനി ഒന്നും വേണ്ട, എൻ്റെ മകളുടെ കൂടെ ജീവിക്കണം. അതേസമയം അബ്ദുള്ള രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങൾ തകൃതിയായി നടക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ വിശ്വസ്തനായ മാനേജറായ സലീമിനോട് ചോദിച്ചു, ആ വീട് തയ്യാറായോ? അതെ സാർ, തയ്യാറായി എന്ന് സലീം പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ഫൈസലിനെ അറിയില്ലല്ലോ? അബ്ദുള്ള പറഞ്ഞു, ഇല്ല, ഫൈസൽ ഒരിക്കലും അറിയരുതേ. സലീം പുഞ്ചിരിച്ചു. സലീം ചോദിച്ചു, അവൻക്ക് സംശയം തോന്നില്ലേ? അപ്പോൾ അബ്ദുള്ള പറഞ്ഞു, ഇല്ല, ഒരു സംശയം തോന്നില്ല. അവൻ എപ്പോഴും മറ്റുള്ളവരുടെ കാര്യമാണ് ചിന്തിക്കുന്നത്, സ്വന്തം കാര്യം ഒരിക്കലും ചിന്തിക്കാറില്ല. അബ്ദുള്ള ഒരു ഫയൽ കയ്യിലെടുത്തു. അതിൽ വേറൊന്നുമല്ല, ഒരു വീടിൻ്റെ രേഖയായിരുന്നു. നഗരത്തിൻ്റെ ശാന്തമായ ഒരു സ്ഥലത്ത് ഒരു ചെറിയ വീട് പണിതിട്ടുണ്ട്. അതിൻ്റെ രേഖയാണത്. ആ വീട്ടിൽ 2 കിടപ്പുമുറികൾ, ഹന്നയ്ക്കായി പഠിക്കാനൊരു മുറി, പൂന്തോട്ടം. വീടിൻ്റെ മുന്നിൽ ചെറിയൊരു ബോർഡും സ്ഥാപിച്ചിരുന്നു. അത് ഹന്നയുടെ സ്വപ്ന വീട് എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അബ്ദുള്ളയുടെ മകൻ്റെ ജീവൻ രക്ഷിച്ച ആ രാത്രിയാണ് അബ്ദുള്ള ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഒരു ദിവസം അബ്ദുള്ളയോട് ഫൈസൽ ശാന്തമായി പറഞ്ഞു, സർ, ഞാൻ നാട്ടിലെത്തിയാൽ ഒരു ചെറിയ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങണമെന്നാണ് ആലോചിക്കുന്നത്. അബ്ദുള്ള ചോദിച്ചു, എന്തിന്? അപ്പോൾ ഫൈസൽ പറഞ്ഞു, സർ, എന്നെപ്പോലെ ഗൾഫിലേക്കൊക്കെ ഡ്രൈവിംഗ് വിസയ്ക്ക് വരാൻ താല്പര്യമുള്ള ആളുകളെ നന്നായി തന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കണം. എങ്ങനെയെങ്കിലും ഒരു കുടുംബമെങ്കിലും രക്ഷപ്പെട്ടാലോ? അബ്ദുള്ള ഫൈസലിനെ അത്ഭുതത്തോടെ നോക്കി. എന്നിട്ട് പറഞ്ഞു, നീ നാട്ടിലേക്ക് പോയാലും മറ്റുള്ളവരുടെ ചിന്ത മാത്രമാണല്ലോ. ഫൈസൽ പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരുപാട് പേർ സഹായിച്ചതാണ്. അബ്ദുള്ള ചോദിച്ചു, ആരാണത്? ഫൈസൽ ഒന്നും പറഞ്ഞില്ല. അബ്ദുള്ളയ്ക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായി. അപ്പോൾ പറഞ്ഞു, നീ തന്നെയാണ് മറ്റുള്ളവരെ സഹായിക്കേണ്ടത്. നാട്ടിലേക്ക് പോകുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ ഫൈസൽ നസീമയെ വിളിച്ചു. നസീമ, ഇനി ഒരാഴ്ച മാത്രം. അപ്പോൾ നസീമ ചോദിച്ചു, ശരിക്കും? ഫൈസൽ പറഞ്ഞു, അതെ. ഹന്നയോട് പറഞ്ഞോ? നസീമ പറഞ്ഞു, ആ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൾ ദിവസങ്ങൾ എണ്ണിയിരിക്കുകയാണ്. അപ്പോൾ പുറകിൽ നിന്നും ഒരു ശബ്ദം, ഉപ്പാ. അത് ഹന്നയാണ്. എന്താ മോളെ? എനിക്ക് വിമാനത്താവളത്തിൽ വരണം. അപ്പോൾ ഫൈസൽ പറഞ്ഞു, പിന്നെ തീർച്ചയായും. ഹന്ന വീണ്ടും ചോദിച്ചു, ഉപ്പ, എനിക്ക് എന്താണ് കൊണ്ടുവരുന്നത്? ഫൈസൽ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കൊരു വലിയ സമ്മാനമുണ്ട്. അവൾ ചോദിച്ചു, എന്താണത്? അപ്പോൾ ഫൈസൽ പറഞ്ഞു, അത് സർപ്രൈസാണ്. അവൾ പറഞ്ഞു, ഞാൻ ഉപ്പാക്കും ഒരു സമ്മാനം വെച്ചിട്ടുണ്ട്. ഫൈസൽ ചോദിച്ചു, എന്താണത്? ആ, ഞാനും സർപ്രൈസാണ് വെച്ചിട്ടുള്ളത്. രണ്ടുപേരും പുഞ്ചിരിച്ചു. ഫോൺ വെച്ചതിന് ശേഷം ഒരുപാട് നേരം ഫൈസൽ ചിന്തിച്ചു. എന്നിട്ട് അവൻ മനസ്സിൽ പറഞ്ഞു, ഞാൻ ശരിക്കും പോകുകയാണോ? ആ വീട്ടിലെ ഓരോരുത്തരെയും വിട്ടുപോകുന്നതിൻ്റെ വേദന ഫൈസലിന് ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈസലിൻ്റെ റൂമിലേക്ക് യൂസുഫ് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇക്ക, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ പോയാൽ ഞാൻ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കും. അത് കേട്ടപ്പോൾ ഫൈസൽ പുഞ്ചിരിച്ചു. അത് തന്നെയാണ് മോനെ വേണ്ടത്. എൻ്റെ ജീവൻ രക്ഷിച്ചത് നിങ്ങളാണ്. അപ്പോൾ ഫൈസൽ പറഞ്ഞു, അത് നീ മറക്കണം. അപ്പോൾ യൂസുഫ് പറഞ്ഞു, അത് ഞാൻ എങ്ങനെ മറക്കാനായിക്ക? ഫൈസൽ അവൻ്റെ തോളിൽ കൈവച്ചിട്ട് പറഞ്ഞു, ജീവിതത്തിൽ നീ മറ്റൊരാളെ സഹായിച്ചാൽ മതി. അപ്പോൾ നിനക്കെന്നെ ഓർമ്മയുണ്ടാകും. ഞാൻ ചെയ്തതിൻ്റെ അർത്ഥവും ഉണ്ടാവും. ആ സമയം യൂസഫ് ഫൈസലിനെ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു പറഞ്ഞു, ഇക്ക, നിങ്ങൾ എൻ്റെ യഥാർത്ഥ സഹോദരനാണ്. ഫൈസലിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അവൻ യൂസഫിൻ്റെ തലയിൽ കൈവച്ചു. അവസാന ദിവസം എത്തി. വീട്ടിലെല്ലാവരും ഫൈസലിനെ യാത്രയാക്കാൻ തയ്യാറായി. അബ്ദുള്ള അന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ വീട്ടിലെത്തി. അവൻ്റെ ബാഗുകളെല്ലാം തന്നെ കാറിലേക്ക് വെച്ചു. അബ്ദുള്ള ചോദിച്ചു, എല്ലാം എടുത്തില്ലേ? ഒന്നും മറന്നില്ലല്ലോ? ഫൈസൽ ചുറ്റും നോക്കി. ഇല്ല, ഒന്നും മറന്നില്ല. അബ്ദുള്ള പതുക്കെ പറഞ്ഞു, ഇല്ല, നീ ഈ വീട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നു. ഫൈസൽ ചോദിച്ചു, എന്താണത്? നീ ഈ വീട്ടിൽ തന്ന സ്നേഹം. ആ സമയം അബ്ദുള്ള അകത്തേക്ക് പോയി ഒരു ചെറിയ പെട്ടി പുറത്തേക്ക് കൊണ്ടുവന്നു. ഫൈസലിൻ്റെ കയ്യിൽ കൊടുത്തു. ഇത് നിനക്കുള്ളതാണ്. ഫൈസൽ പെട്ടി നോക്കി ചോദിച്ചു, ഇതെന്താണ് സാർ? അപ്പോൾ പറഞ്ഞു, ഇത് ഇപ്പോൾ തുറക്കണ്ട, നീ വീട്ടിൽ ചെന്നിട്ട് തുറന്നാൽ മതി. ഫൈസൽ പറഞ്ഞു, സാർ, ഇതൊന്നും വേണ്ടായിരുന്നു. അപ്പോൾ അബ്ദുള്ള പറഞ്ഞു, ഇതെല്ലാം വേണം, നീ ഇത് പിടിക്ക്. പെട്ടി കയ്യിൽ കൊടുത്തു. അപ്പോഴേക്കും യൂസഫ് ഓടി വന്നു, ഇക്ക എന്ന് വിളിച്ച്. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൻ ഫൈസലിൻ്റെ കൈ പിടിച്ച് പറഞ്ഞു, ഇക്ക, നിങ്ങൾ ഇവിടുന്ന് പോയാൽ ഈ വീടിനുള്ളിൽ ശൂന്യതയായിരിക്കും. അപ്പോൾ ഫൈസൽ പറഞ്ഞു, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നമ്മുടെ കയ്യിലൊക്കെ ഫോണില്ലേ. അപ്പോഴേക്കും ആയിഷയും മറിയവും അവനെ യാത്രയാക്കാനെത്തി. അവൻ കാറിൽ കയറുന്നതിന് മുന്നേ തന്നെ അബ്ദുള്ളയോട് പറഞ്ഞു, സർ, 6 വർഷം എന്നെ ഇവിടെ നിർത്തിയില്ലേ? ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അബ്ദുള്ള പറഞ്ഞു, അതൊക്കെ എങ്ങനെയാണ് ഞാൻ മറക്കുന്നത്?
അപ്പോൾ വീണ്ടും ഫൈസൽ പറഞ്ഞു, ഈ 6 വർഷം എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ നല്ലപോലെ സഹായിച്ചു. എൻ്റെ മകളുടെ പഠനത്തിന് പിന്തുണ നൽകി. ഇതൊക്കെ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചു തരും? അബ്ദുള്ള ഫൈസലിൻ്റെ തോളിൽ കൈവച്ചിട്ട് പറഞ്ഞു, ഒരു ദിവസം നിന്റെ മകളോടൊരു കാര്യം പറയണം. ഫൈസൽ ചോദിച്ചു, എന്ത്? അവൾ പഠിച്ച് ഡോക്ടറാവുമ്പോൾ അവൾക്ക് കഴിയുന്നത്ര ആളുകളെയൊക്കെ സഹായിക്കണമെന്ന്. ഫൈസൽ നിറകണ്ണുകളോട് പറഞ്ഞു, തീർച്ചയായും. അങ്ങനെ അവൻ കാറിൽ കയറി. വീടിൻ്റെ ഗേറ്റ് പതുക്കെ അടഞ്ഞു. അവസാനമായി അവൻ ആ കാറിൻ്റെ കണ്ണാടിയിലൂടെ ആ വീട് നോക്കി. അബ്ദുള്ളയും കുടുംബവും ഗേറ്റിനരികിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ കൈവീശി. നിറകണ്ണുകളോടെ അവർ യാത്രയാക്കി. കാറിൽ ഇരിക്കുമ്പോഴും അവൻ്റെ മനസ്സിൽ ഒരു ചിന്തയായിരുന്നു. അവൻ്റെ കയ്യിലുള്ള ആ കറുത്ത പെട്ടിയിൽ എന്താണെന്നുള്ളത് അതറിയുന്ന ഒരേ ഒരാളായിരുന്നു അബ്ദുള്ള. അത് ഒരു സമ്മാനമായിരുന്നില്ല, 6 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയ ഒരു വാഗ്ദാനം പൂർത്തീകരിക്കലായിരുന്നു. അവൻക്ക് ആ പെട്ടിയെക്കുറിച്ച് ഒരറിവുമുണ്ടായിരുന്നില്ല. തൻ്റെ ജീവിതം മാറ്റിമറിക്കുന്ന നല്ലൊരു സമ്മാനമാണ് അതിലുള്ളത് എന്ന്. അങ്ങനെ അവൻ സൗദി എയർപോർട്ടിൽ നിന്ന് വിമാനം കയറി. മണിക്കൂറുകൾക്ക് ശേഷം വിമാനം താഴെ ഇറങ്ങാൻ തുടങ്ങി. വിമാനത്തിൻ്റെ ജനലിലൂടെ ഫൈസൽ താഴേക്ക് നോക്കി. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ നാടിൻ്റെ മണ്ണ് കാണുകയാണ്. പച്ചപ്പുള്ള വയലുകൾ, ചെറിയ വീടുകൾ, വളഞ്ഞു പോകുന്ന റോഡുകൾ എല്ലാം മനസ്സിൽ അവൻ്റെ പഴയ ഓർമ്മകൾ ഉണർത്തി. ഫൈസൽ കയ്യിലെ പെട്ടി തുറക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഒരുങ്ങി. പക്ഷേ അവൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അബ്ദുള്ള സാർ പറഞ്ഞതല്ലേ, വീട്ടിലെത്തിയിട്ട് അവരുടെ മുന്നിൽ വെച്ച് തുറന്നതാണെന്ന്. ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ അവൻക്ക് തുറക്കാൻ തോന്നുന്നില്ല. അങ്ങനെ വിമാനം ലാൻഡ് ചെയ്തു. പുറത്തേക്ക് വന്നപ്പോൾ അവൻ ആദ്യം കണ്ടത് തൻ്റെ മകളെയാണ്. മകൾ ഫൈസലിനെ കണ്ടപ്പോൾ ഉപ്പ എന്ന് വിളിച്ചു. ഫൈസൽ അവളെ കെട്ടിപ്പിടിച്ചു. 6 വർഷം മുന്നേ വിമാനത്താവളത്തിൽ യാത്ര അയക്കാൻ വന്ന മോള് ഇപ്പോൾ വളർന്നെൻ്റെ തോളോളം എത്തിയിട്ടുണ്ട്. അവൾ പറഞ്ഞു, ഉപ്പ ഇനി എങ്ങോട്ടും പോകില്ലല്ലോ? ഫൈസൽ അവളെ നോക്കി പറഞ്ഞു, ഇല്ല, ഉപ്പ എവിടേക്കും പോകില്ല. ആ സമയം ഉമ്മയും നസീമയും അടുത്തെത്തി. ഉമ്മ ഫൈസലിൻ്റെ കവിളിൽ തലോടി. എന്നിട്ട് പറഞ്ഞു, മോനെ നീ വല്ലാതെ ക്ഷീണിച്ചല്ലോ. ഉമ്മയുടെ മുഖമൊക്കെ വല്ലാതെ മാറിയിട്ടുണ്ട്. അങ്ങനെ അവർ കാറിൽ കയറി വീട്ടിലേക്ക് പോയി. പോകുന്നതിനിടയ്ക്ക് ഹന്ന ചോദിച്ചു, വാപ്പ ആ വലിയ സമ്മാനം എവിടെ? ഫൈസൽ പറഞ്ഞു, ഇവിടെയുണ്ട്. ഫൈസൽ ബാഗിൽ നിന്ന് കറുത്ത പെട്ടിയെടുത്ത് കാണിച്ചു കൊടുത്തു. ഇതാണ് സമ്മാനം. ഹന്ന വേഗം ചോദിച്ചു, ഇതൊന്ന് തുറക്കട്ടെ, തുറക്കാൻ പറ്റുമോ? ഫൈസൽ പറഞ്ഞു, വേണ്ട, ഇപ്പോൾ തുറക്കണ്ട, എല്ലാവരും വീട്ടിലിരിക്കുമ്പോൾ തുറക്കാം. അങ്ങനെ പറഞ്ഞ് അവർ വീട്ടിലേക്കെത്തി. ഫൈസൽ വീട്ടിൽ ചെന്നിട്ട് അവൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ പറഞ്ഞു. അവൻ അബ്ദുള്ളയുടെയും യൂസുഫിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞു. ഉമ്മ പറഞ്ഞു, നല്ല ആളുകളെ കിട്ടിയത് എൻ്റെ മോൻ്റെ ഭാഗ്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഹന്ന പറഞ്ഞു, ബാപ്പ ആ പെട്ടി നമുക്ക് തുറക്കണ്ടേ? ആ ഓക്കെ, നമുക്ക് തുറക്കാമെന്ന് ഫൈസലും പറഞ്ഞു. അങ്ങനെ പെട്ടി തുറന്നപ്പോൾ അതിൽ ആദ്യം കണ്ടത് ഒരു വെള്ള കവറായിരുന്നു. അത് തുറന്നു നോക്കിയപ്പോൾ ഫൈസലിനും കുടുംബത്തിനും എന്നൊരു എഴുത്ത് കണ്ടു. അതെടുത്ത് അവൻ വായിക്കാൻ തുടങ്ങി. അതൊരു കത്തായിരുന്നു. ആ കത്തിൽ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്, പ്രിയപ്പെട്ട ഫൈസൽ, 6 വർഷം മുന്നേ നീ എൻ്റെ വീട്ടിലേക്ക് വന്നത് ഒരു ഡ്രൈവറായിട്ടായിരുന്നു. പക്ഷേ 6 വർഷം കഴിഞ്ഞ് നീ ഇവിടുന്ന് പോകുന്നത് എൻ്റെ കുടുംബത്തിലെ ഒരു അംഗമായിട്ടാണ്. ഫൈസലിൻ്റെ ശബ്ദം ഇടറി. ഹന്ന അവൻ്റെ കൈ മുറുകെ പിടിച്ചു. ഫൈസൽ വീണ്ടും വായിച്ചു. എൻ്റെ മകൻ്റെ ജീവൻ രക്ഷിച്ച ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. നിന്റെ കയ്യിലെ പണം അന്ന് നീ ചിലവാക്കി. മടി കൂടാതെ തന്നെയാണ് അതെടുത്ത് ചിലവാക്കിയത്. അന്നു മുതൽ ഞാൻ നിനക്ക് എന്തെങ്കിലും തരണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നീ ഒന്നും ചോദിച്ചില്ല. നിനക്ക് എന്തെങ്കിലും സഹായം ഞാൻ തരാൻ നിന്നാലും നീ അത് വാങ്ങിക്കാൻ മടിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് നിനക്ക് പണത്തേക്കാൾ വലുത് ആത്മാഭിമാനമാണെന്നാണ്. ഫൈസലിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി വീണു. കത്തിന്റെ അടുത്ത വരി വായിച്ചപ്പോൾ അവന്റെ ശബ്ദം ഇടറി. നിന്റെ കുടുംബത്തിന്റെ ഭാവിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കത്തിനൊപ്പം ചില രേഖകളുണ്ട്. ഫൈസൽ ആ രേഖകളൊക്കെ എടുത്തു നോക്കി. ആദ്യം അവൻക്ക് ഒന്നും മനസ്സിലായില്ല. നസീമ ആ രേഖകളെല്ലാം തന്നെ അവന്റെ കയ്യിൽ നിന്നും വാങ്ങി വായിച്ചു. അപ്പോൾ അവൾ അത്ഭുതപ്പെട്ടു. നസീമ പറഞ്ഞു, ഇക്ക, ഇത് ഒരു വീടിന്റെ രേഖയാണ്. നമുക്ക് ഒരു പുതിയ വീടുണ്ട്, അതിന്റെ രേഖയാണിത്. ഫൈസൽ ഞെട്ടി. കടബാധ്യതകളൊന്നുമില്ലാതെ തന്നെ അവർക്ക് ഒരു വീട് കിട്ടി. അതവനക്ക് വളരെ സന്തോഷമായി. അത് കേട്ടപ്പോൾ ഹന്ന എഴുന്നേറ്റ് ചോദിച്ചു, ഉപ്പ, നമുക്ക് പുതിയ വീട് കിട്ടിയോ? അതേ മോളെ, പുതിയ വീട് കിട്ടി. അവൾ ആദ്യം ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പഠിക്കാൻ അവിടെ ഒരു മുറിയുണ്ടാകുമോ?
ഫൈസൽ പറഞ്ഞു. പിന്നെ നിനക്ക് പ്രത്യേകിച്ച് അവിടെ ഒരു മുറിയുണ്ടാവും. ആ പെട്ടിയിൽ വേറൊരു കവറും കൂടെ ഉണ്ടായിരുന്നു. അതിൽ ബാങ്കിന്റെ രേഖയാണ്. ഹന്നയ്ക്ക് പഠിക്കാനുള്ള പണമാണത്. ആ കവറിൽ ഇങ്ങനെ ഒരു കുറിപ്പുണ്ടായിരുന്നു. നിന്റെ മകൾക്ക് ഡോക്ടറാകാൻ നല്ല ആഗ്രഹമുണ്ടായിരുന്നില്ലേ? അതുകൊണ്ട് തന്നെ അവളുടെ പഠിത്തം മുടക്കരുതേ. പണം ഇല്ല എന്നുള്ള ഒരു പരാതിയും വരരുതേ. അതിനു വേണ്ടിയാണ് ഈ പണം. പിന്നെ പഠിച്ച് ഡോക്ടറാവുമ്പോൾ അവൾ ആദ്യത്തെ രോഗിയെ പണമില്ലാതെ തന്നെ ചികിത്സിക്കണം. അപ്പോഴേ ഇതിനൊക്കെ ഒരു അർത്ഥമുണ്ടാവുകയുള്ളൂ. ഇതൊക്കെ കേട്ടപ്പോൾ ഉമ്മയും നസീമയും കരഞ്ഞുപോയി. ഫൈസലിന്റെ കണ്ണിലും കണ്ണുനീർ നിറഞ്ഞു. അന്ന് രാത്രി അവൻക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ അബ്ദുള്ളയെ വിളിക്കണമെന്നൊരാഗ്രഹമായി. അവൻ ഫോണെടുത്തു വീഡിയോ കോൾ ചെയ്തു. കുറെ നേരം റിങ് ചെയ്തതിനു ശേഷം അബ്ദുള്ള ഫോണെടുത്തു. അവർ ഒരുപാട് നേരം സംസാരിച്ചു. ഫൈസലിനോട് ചോദിച്ചു, നിനക്ക് സന്തോഷമായില്ലേ എന്ന്. ഫൈസൽ പറഞ്ഞു, വളരെ സന്തോഷമായി സാർ, ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം അവരുടെ പുതിയ വീട് കാണാൻ വേണ്ടി കുടുംബത്തോടൊപ്പം ഫൈസൽ പോയി. നല്ല ഭംഗിയായ ഒരു വീട്, മുറ്റത്ത് ചെറിയ പൂന്തോട്ടം. ഹന്നയുടെ സ്വപ്ന വീട് എന്നാണ് അതിൻ്റെ മുന്നിൽ എഴുതിയിട്ടുള്ളത്. പിന്നീട് അവർ ആ മനോഹരമായ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അവരുടെ ജീവിതത്തിൽ നല്ല നല്ല നിമിഷങ്ങളായിരുന്നു. ഫൈസലിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അവൻ നിറവേറ്റി. ഹന്ന പഠിച്ച് നല്ലൊരു ഡോക്ടറായി. പാവപ്പെട്ടവരെയൊക്കെ പൈസ ഇല്ലാതെ തന്നെ അവൾ ചികിത്സിച്ചു. അങ്ങനെ അവരുടെ ജീവിതം സന്തോഷവും സ്നേഹവും നിറഞ്ഞത് ആയിരുന്നു. നമ്മൾ ചെയ്യുന്ന നന്മയുടെ വില പണത്തിന്റെ മേൽ അളക്കാനാവില്ല. സത്യസന്ധതയോടുകൂടിയും ആത്മാർത്ഥതയോടുകൂടിയും ഒരാളെ സഹായിച്ചാൽ ആ നന്മ ഒരിക്കൽ നമ്മളെ തേടി വരും. ചിലപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരിക്കും. ഒരു മനുഷ്യൻ ഒരു പക്ഷേ ഡ്രൈവറായിരിക്കാം, തൊഴിലാളിയായിരിക്കാം, ചിലപ്പോൾ കോടീശ്വരനായിരിക്കാം. പക്ഷേ അവൻ്റെ യഥാർത്ഥ വില അവൻ്റെ ജോലിയിലല്ല, അവൻ മറ്റുള്ളവരോട് കാണിക്കുന്ന മനുഷ്യത്വത്തിലാണ്. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നല്ല ഹൃദയസ്പർശമായ ഈ കഥ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.